നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഗവർണറെ തടയുമെന്നായിരുന്നു SFIയുടെ പ്രഖ്യാപനം. ഇതേ തുടർന്ന് ശനിയാഴ്ച കോഴിക്കോടെത്തിയ ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് പിന്നീട് താമസം മാറ്റുകയായിരുന്നു. SFIയെ പ്രതിരോധിക്കാനായി പഴുതടച്ചുള്ള ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഗവർണർക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഇന്റലിജൻസ് ADGPയുടെ നേതൃത്വത്തിൽ ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ച അവലോകന യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തടയുവാൻ സാധിക്കാത്തതിന്റെ പേരിൽ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഗവർണറുടെ യാത്രാ റൂട്ട് ചോർത്തിക്കൊടുത്തു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും സേനയ്ക്കെതിരെ ഉയർന്നിരുന്നു. അത് രാജ്ഭവന്റെ അതൃപ്തിയെ തുടർന്ന് പോലീസിന് തീരുമാനം മാറ്റേണ്ടി വന്നു. ഇതും പോലീസിനെ വലിയ സമ്മർദ്ദത്തിലേക്കാണ് നയിച്ചത്. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ റോഡിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതികളുടേത് ഗുരുതരമായ കുറ്റമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. വിദ്യാർത്ഥികൾ നടത്തിയത് പ്രതിഷേധം മാത്രമാണെന്നും ഗവർണറെ തടഞ്ഞുവെച്ചിട്ടില്ല എന്നുമായിരുന്നു പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദം. SFI പ്രവർത്തകരായ യദുകൃഷ്ണൻ, ആഷിഖ് പ്രദീപ്, RG ആശിഷ്, ദിലീപ്, റയാൻ അമൻ, ഗഫൂർ, റിനോ സ്റ്റീഫൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. IPCC 143, 147, 149, 283, 353 വകുപ്പുകൾ പ്രകാരമാണ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഗവർണറുടെ ആവശ്യപ്രകാരം IPC 124 അനുസരിച്ചും കേസെടുത്തു. ഗവർണർക്കും രാഷ്ട്രപതിക്കും നേരെ അതിക്രമമുണ്ടായാൽ ഈ വകുപ്പ് അനുസരിച്ചാണ് കേസെടുക്കുന്നത്. 7 വർഷം വരെ ശിക്ഷയും പിഴയും ലഭിക്കും. നിയമവിരുദ്ധമായി സംഘം ചേരുന്നതിന് IPCC 143 അനുസരിച്ച് 6 മാസം തടവോ പിഴയോ ലഭിക്കും. കലാപശ്രമത്തിന് IPC 147 അനുസരിച്ച് 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. സർക്കാർ ജീവനക്കാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് IPCC 353 അനുസരിച്ച് 2 വർഷം വരെ തടവും പിഴയും രണ്ടും കൂടിയോ ലഭിക്കാം. ജാമ്യമില്ല വകുപ്പാണിത്. അതേസമയം ഗവർണർക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ SFIയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ഗവർണർ പറയുന്നതും ചെയ്യുന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഗവർണർക്കെതിരായ SFIയുടെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടി പ്രതിഷേധിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ 5ാം തവണയാണ് ആക്രമണം നടക്കുന്നതെന്ന് ഗവർണർ ആരോപിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ പോലീസിനെ ഉപയോഗിച്ച് ഗവർണർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് സർക്കാർ. സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പോലീസിലെ ഉന്നതർ തന്നെയാണ് SFI പ്രവർത്തകർക്ക് ചോർത്തി നൽകിയതെന്ന് വിഷയത്തെ ഗൗരവമുള്ളതാക്കുന്നു. അക്രമികളെ പോലീസ് വാഹനത്തിൽ തന്നെയാണ് എത്തിച്ചതും തിരിച്ചു കൊണ്ടുപോയതെന്നും ഗവർണർ തുറന്നടിച്ചിരുന്നു. ഗൂഢാലോചനയ്ക്ക് മുഖ്യമന്ത്രി നേതൃത്വം നൽകിയെന്നതാണ് ഗവർണർ ആരോപിക്കുന്നത്. അതേസമയം ഗവർണർക്കെതിരെ SFI ഗുണ്ടകൾ നടത്തിയ ആക്രമണം ആസൂത്രിതമെന്ന് തെളിയിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 3 തവണയാണ് സംസ്ഥാന ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയത്. ഗവർണർക്കെതിരെ SFI വീണ്ടും കരിങ്കൊടി കാണിക്കുമെന്നും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും പോലീസ് അലംഭാവം കാണിച്ചുവെന്നത് വ്യക്തമാണ്. പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ വരെ ചൂണ്ടിക്കാട്ടിയായിരുന്നു റിപ്പോർട്ട്. അധിക സുരക്ഷ ഒരുക്കണമെന്നും മാത്രമല്ല ഇന്റലിജൻസ് റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്നുമായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും പോലീസിലെ ഉന്നതർ അവഗണിക്കുകയായിരുന്നു. രഹസ്യമായി സൂക്ഷിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ച ഗവർണറുടെ സഞ്ചാരപാത പോലീസ് അസോസിയേഷൻ നേതാവ് SFIക്കാർക്ക് ചോർത്തി നൽകിയതായും ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഇന്റലിജൻസിന്റെ ആദ്യത്തെ റിപ്പോർട്ട്. ഗവർണർക്ക് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് സ്ഥിരം റൂട്ടല്ലാതെ മറ്റൊരു സമാന്തര റൂട്ടും കൂടി നിശ്ചയിക്കണമെന്നും നിർദ്ദേശിച്ചു. രഹസ്യമായി സൂക്ഷിക്കുവാനും കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയ കാഴ്ചകളാണ് ഉണ്ടായത്. പ്രതിഷേധം കനക്കുമെന്ന സൂചന നൽകിയ 2ാമത്തെ റിപ്പോർട്ട്. പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ സ്ഥലങ്ങൾ വ്യക്തമാക്കിയായിരുന്നു 3ാമത്തെ റിപ്പോർട്ട്. അതേസമയം ഗവർണറെ തെരുവിൽ തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തുന്ന രീതി ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണെന്ന് മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ വെളിപ്പെടുത്തി. ഗവർണർ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം മാത്രമാണ് നിർവഹിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു. തങ്ങൾക്ക് അഹിതമായതും പ്രതികൂലമായതുമായ യാതൊന്നും ചെയ്യുവാൻ ഗവർണറെ അനുവദിക്കില്ല. അദ്ദേഹം തങ്ങളുടെ വരുതിയിൽ നിൽക്കണമെന്നുള്ള CPMന്റെ മുന്നറിയിപ്പും ദുശാഠ്യവും സമ്മർദ്ദതന്ത്രവുമാണ് തിങ്കളാഴ്ച രാത്രി ഗവർണർക്കെതിരെ നടന്ന അതിക്രമത്തിന് പിന്നിലെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരളത്തിൽ ഗവർണർക്ക് പോലും സ്വതന്ത്രമായി വഴിയാത്ര ചെയ്യാൻ സാധ്യമല്ലെന്ന ദുസ്ഥിതി ക്രമസമാധാന നിലയുടെ ദയനീയമായ തകർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും കുമ്മനം വ്യക്തമാക്കി. മുഖ്യമന്ത്രി സർവ്വസിദ്ധ സന്നാഹങ്ങളോടെ തെരുവിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യുമ്പോഴാണ് ഗവർണർക്ക് യാതൊരുവിധ സുരക്ഷയുമില്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തടസ്സം സൃഷ്ടിച്ചതുമൂലം കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ ഗവർണർ നേരിടേണ്ടി വരുന്ന ഗതികേട് കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നും കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു. നന്ദി, നമസ്കാരം.